തെരഞ്ഞെടുപ്പുമായി പ്രചരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ രൂപപ്പെടുന്നത് വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും വടകരയിലെ അത്രമേൽ ശക്തമേറിയ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. അവിടെ നിന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇരു മുന്നണികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഇത് ഈ വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ട് കെ ശൈലജ ഉയർത്തിയ ചില ആരോപണങ്ങളുണ്ടായിരുന്നു. ഇത് പ്രധാനമായും LDF മുഖ്യമന്ത്രിയും CPM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇത് ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമോ അല്ലെങ്കിൽ അതായിരിക്കുമോ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അക്കാര്യത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിന് ഇന്നലെ കെ ശൈലജയുടെ പത്രസമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി UDF തിരിച്ച് ഈ നേരത്തെ പറഞ്ഞത് കള്ളമാണെന്ന രീതിയിലുള്ള ഒരു ആ രീതിയിലുള്ളൊരു പ്രചരണത്തിലേക്ക് UDF കൂടി കടക്കുകയാണ്. ഏതായാലും വടകരയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അത്രമേൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രധാനമായും KK രമ, അതായത് RMP നേതാവ് KK രമ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ തൻ്റെ വീഡിയോ താൻ പത്രസമ്മേളനത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ വ്യാജമായി പ്രചരിപ്പിച്ചു എന്ന ഒരു പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് പേർക്കെതിരെ, രണ്ട് ഇടത് പ്രൊഫൈലുകൾക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ വ്യാജമായി വാർത്ത പ്രചരിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലാണ് FIR ഇട്ടിട്ടുള്ളത്. പ്രധാനമായും ഇടത് പ്രൊഫൈലുകളായിട്ടുള്ള സത്യൻ NP, ശശീന്ദ്രൻ വടകര എന്നീ പ്രൊഫൈലുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കൂടാതെ മറ്റൊന്ന് പെരുവയലുണ്ടായ കള്ളവോട്ട് അല്ലെങ്കിൽ ആളുമാറി വോട്ട് ചെയ്ത സംഭവത്തിലാണ്. ഇതിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെ സസ്പെൻഡ് ചെയ്തുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിലും കാസർഗോഡിലും CPM-നെതിരെയാണ് പ്രധാനമായും കള്ളവോട്ട് ആരോപണം വരുന്നത്. CPM പേരാവൂരിൽ ബംഗ്ലക്കുന്ന് ബ്രാഞ്ച് അംഗം ഷൈമ എന്നയാൾ 106-കാരിയുടെ വോട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്ന ഒരു പരാതി UDF ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പയ്യന്നൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ ഈ രീതിയിലുള്ള ഒരു ആരോപണമുണ്ട്. പയ്യന്നൂർ കോറോമിൽ 92-കാരൻ മാധവൻ വെളിച്ചപ്പാടിൻ്റെ വോട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറി നിർബന്ധിച്ചു, ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDF വോട്ട് ചെയ്യാനുള്ള ഒരു നിർബന്ധിച്ചുകൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നൊരു പരാതി UDF ഉയർത്തുന്നുണ്ട്. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചർച്ചകളും കൂടാതെ കള്ളവോട്ട് അല്ലെങ്കിൽ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രത്യാരോപണങ്ങളുമാണ് പ്രധാനമായും വടക്കൻ മലബാറിൽ നിന്നുണ്ടാകുന്നത്. ഏതായാലും വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തിയേറിയ മത്സരത്തിൻ്റെ തുടർച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് കേരളത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. കൂടാതെ ഇന്ന് D രാജയുടെ CPI ദേശീയ സെക്രട്ടറി D രാജയുടെ പത്രസമ്മേളനം, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് കോഴിക്കോട് വെച്ച്. ഇന്ന് 12 മണിയോട് കൂടിയായിരിക്കും മാധ്യമങ്ങളെ കാണുന്നത്. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ, കേരള മുഖ്യമന്ത്രി തമ്മിലുള്ള ചില രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇത് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന രണ്ട് കക്ഷികൾ തമ്മിൽ ഇത്തരത്തിലുള്ളൊരു പോരുണ്ടാകുന്നത് എത്രമാത്രം ഒരു മുന്നണിക്ക് ദോഷം ചെയ്യും. ഇക്കാര്യം നരേന്ദ്രമോദി കൂടി അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൂടി ഇക്കാര്യം പരാമർശിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് ഏത് രീതിയിൽ നേരിടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് D രാജ ഒരുപക്ഷെ ഈ 14-അംഗ ഈ ഇന്ത്യ മുന്നണിയിലെ 14-അംഗ പാനലിലെ ഒരംഗം കൂടിയായിട്ടുള്ള D രാജയെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ നേരിടാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ഇടതുപക്ഷ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തന്നെയായിരിക്കും D രാജ പ്രധാനമായും ഇന്ന് പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം.